ഹായ് ഹലോ മിഷനി ഹിയർ. ഇന്ന് നമ്മൾ നോക്കുന്ന ടോപ്പിക്ക്, നിങ്ങൾക്കൊരു വിവാഹേതര ബന്ധമുണ്ടെങ്കിൽ ആ വിവാഹേതര ബന്ധത്തിൽ നിങ്ങൾ ചതിക്കപ്പെടുന്നുണ്ടോ, നിങ്ങളെ ഓപ്പോസിറ്റുള്ള വ്യക്തി ചതിക്കുന്നുണ്ടോ എന്ന എനർജിയിലാണ് നമ്മൾ കാർഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ തികച്ചും ഫ്രീ ആയിട്ടുള്ളൊരു സ്ഥലത്തിരിക്കുക, നല്ലപോലെ ബ്രീത്ത് ഇൻ ചെയ്യുക, ബ്രീത്ത് ഔട്ട് ചെയ്യുക, നല്ല രീതിയിൽ ആ വ്യക്തിയെ പറ്റി ചിന്തിക്കുക, അവരുടെ പേരൊക്കെ പറയുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അത്തരത്തിൽ ആ വ്യക്തി നിങ്ങളെ ചിന്തിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് ഈ കാർഡ് വഴി അറിയാൻ സാധിക്കുന്നതാണ്. ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും ഫോഴ്സ് ചെയ്ത് റെസനേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോഴാണോ കാണുന്നത് ആ സമയത്ത് നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് റെസനേറ്റ് ആകുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. പിന്നെ നിങ്ങളുടെ വ്യക്തമായ ഒരു എനർജി കാര്യങ്ങൾ അറിയാൻ നിങ്ങളുടെ ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക തന്നെ വേണം. നമ്മളുടെ അടുത്ത് വന്ന് എടുക്കുകയാണെങ്കിൽ നമ്മൾ നെഗറ്റീവും പറയും പോസിറ്റീവും പറയും. സന്തോഷിപ്പിക്കലല്ല ഉദ്ദേശം. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ളവർക്ക് നമ്മുടെ അടുത്ത് വരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പോയി ചെയ്യാം. നമ്മൾ റിവേഴ്സ് കാർഡൊക്കെ എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന ഒരു നമ്പറിൽ ജസ്റ്റ് ഒരു ഹായ് അയച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു പ്ലാൻ തിരഞ്ഞെടുത്തിട്ട് നിങ്ങൾ പണം അടയ്ക്കുകയാണെങ്കിൽ, എപ്പോഴാണോ നിങ്ങൾ പണം അടയ്ക്കുന്നത് ആ ടൈം തുടങ്ങി 24 മണിക്കൂറിനുള്ളിൽ ഞാൻ നിങ്ങളെ തിരിച്ചങ്ങോട്ട് കോൾ ചെയ്യും. ഓക്കെ, നമ്മൾ മറ്റുള്ളവർ ചെയ്യുന്ന പോലെ മെസ്സേജ് ഇങ്ങനെ പരിപാടിയൊന്നുമല്ല, ഡയറക്റ്റ് കോളിലാണ് ചെയ്യുന്നത്. നിങ്ങളായിട്ട് ആ കോളുള്ള സമയത്ത് നമ്മളിവിടെ കാർഡ് ഷഫിൾ ചെയ്ത് എൻ്റെ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ മാത്രം വരിക. ഓക്കെ, നിങ്ങൾ തികച്ചും ഫ്രീ ആയിട്ടുള്ളൊരു സ്ഥലത്താണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ ഓൾറെഡി കുറച്ച് കാർഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാർഡിൽ കാണുന്ന കാര്യങ്ങൾ ഞാൻ പറയാം. 9 എന്നൊരു നമ്പർ വരുന്നുണ്ട്, 10 എന്നൊരു നമ്പർ വരുന്നുണ്ട്, 5, 9 പിന്നെ റിപ്പീറ്റ് ആകുന്നുണ്ട്, 16, 5, 9, അതുപോലെ തന്നെ 19, 6, 7, 15. ഓക്കെ, ഇത്തരം നമ്പേഴ്സ് വന്നിട്ടുണ്ട്. ഈ നമ്പേഴ്സ് നിങ്ങളുടെ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുടെ ആയിരിക്കാം. ഈ ഒരു പക്ഷേ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വേറൊരു തേർഡ് പാർട്ടി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ ആയിരിക്കാം. പിന്നെ ഈ പറഞ്ഞ ഡേറ്റ്, മണിക്കൂർ, എന്താവും ഈ നമ്പേഴ്സിന് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തോ പ്രാധാന്യമുണ്ട്. ഓക്കെ, ഇനി വരുന്ന സമയങ്ങളിലാകാം, ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളായിരിക്കാം, മണിക്കൂറുകളായിരിക്കാം, എന്തോ ആയിരിക്കാം. ഈ നമ്പേഴ്സിന് ഭയങ്കര ഇമ്പോർട്ടൻസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ട്. ഇനി കുറച്ച് സോഡിയക് സൈൻ പറയാം. ഈ സോഡിയക് സൈൻ നിങ്ങളുടെ ആവാം, നിങ്ങളുടെ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തിയുടെ ആകാം. ഇനി അവർക്ക് വേറൊരു റിലേഷൻഷിപ്പോ അങ്ങനെ വേറെ എന്തെങ്കിലും നിങ്ങൾക്കിടയിൽ തേർഡ് പാർട്ടി പോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെയും ആകാം. ലിയോ, വിർഗോ, കാപ്രിക്കോൺ, അക്വേറിയസ്. ലിയോ റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ട്, സ്കോർപിയോ, സാജിറ്റാരിസ്, വിർഗോ, അക്വേറിയസ്, ജെമിനി, ലിയോ കുറേ വരുന്നു, ജെമിനിയും വരുന്നുണ്ട്, പൈസസ്. ഇത്തരം സോഡിയക് സൈനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ സോഡിയക് സൈൻ നിങ്ങളായിട്ട് ഞാൻ ഈ പറഞ്ഞ വ്യക്തികളൊക്കെ ആയിട്ട് ചേർന്ന് പോകുന്നുണ്ടോ എന്ന് നോക്കാം. ഇനി നമുക്ക് ഈ റിലേഷൻഷിപ്പിൽ അവർ നിങ്ങളെ ചതിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത്രയും കാർഡിൻ്റെ എനർജി വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഇനി ഓരോരോ കാർഡായിട്ട് ആ കാർഡിൻ്റെ എനർജി എന്താണെന്ന് പറയാം. നിങ്ങൾ ഈ ഒരു വ്യക്തിയായിട്ട് റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ടാകാം. നിങ്ങൾ വല്ലാതെ ഒരുപാട് ബുദ്ധിമുട്ട്, അത്തരം കാര്യങ്ങൾ എന്താ പറയുക, നിങ്ങളുടെ ചിലപ്പോൾ ഒരു പാസ്റ്റ് ട്രോമാസിൽ നിന്നൊക്കെ നിങ്ങൾ കരകയറുന്ന ഒരു സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച പോലൊരു ഇത് നിങ്ങളുടെ ലൈഫിൽ കിട്ടാതെ വന്നപ്പോൾ നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് വന്നൊരു വ്യക്തിയായിരിക്കാം ഇവർ നിങ്ങളെ നല്ല രീതിയിൽ ഹീൽ ചെയ്തിട്ടുണ്ടാകാം, എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടാകാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇവരില്ലാതെ പറ്റില്ല എന്നൊരവസ്ഥയിലായിരിക്കാം നിങ്ങൾ ഈ വീഡിയോ കാണുന്നത്. ഈ സമയം നിങ്ങൾ ബ്രേക്കപ്പ്, നോ കോണ്ടാക്ട്, ലെസ് കമ്മ്യൂണിക്കേഷൻ, ഈഗോ, ട്രസ്റ്റ് ഇഷ്യൂ, ഈ പറഞ്ഞ വിവാഹേതര ബന്ധങ്ങൾ, അങ്ങനെ എല്ലാം ഒരു റിലേഷൻഷിപ്പിൽ എന്തൊക്കെയാണോ ഉണ്ടാവുന്നത്, അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവില്ല. അത്തരം രീതിയിൽ ഓൺ ആൻഡ് ഓഫ് പോലെയായിരിക്കും നിങ്ങൾ ഈ മനസ്സിലുദ്ദേശിച്ച വ്യക്തിയായിട്ടുള്ള റിലേഷൻഷിപ്പ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ നിങ്ങൾക്കൊരു സന്തോഷം കണ്ടെത്താൻ പറ്റുന്നില്ല. ഈ വിവാഹേതര ബന്ധത്തിൽ നിങ്ങൾ ചതിക്കപ്പെടുകയാണോ എന്ന് ചോദിച്ചാൽ യെസ് എന്ന് തന്നെയാണ്. നിങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടായിട്ടുണ്ടാകും ഈ ബന്ധത്തിൽ. ആദ്യം കിട്ടിയിരുന്ന പ്രതീക്ഷകളൊന്നും ഇപ്പോൾ ഉണ്ടാകില്ല. ഓക്കെ, ഒരു സംതൃപ്തി ഒട്ടുമില്ല, സംതൃപ്തി ഇല്ല എന്ന് തന്നെ പറയാം. എന്താ പറയുക, ഒട്ടും നിങ്ങൾ ഓക്കെ അല്ലാത്തൊരു ഇതിൽ കടിച്ച് പിടിച്ച് അല്ലെങ്കിൽ ബുദ്ധിമുട്ടി സഹനങ്ങൾ സഹിച്ച്
ആയിരിക്കാം നിങ്ങൾ ഈ റിലേഷൻഷിപ്പിന് മുന്നോട്ട് പോകുന്നത്. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഈ ഒരു ബന്ധം പൂർണ്ണ പരാജയമാണ് എന്ന് തന്നെ പറയാം. ഈ വ്യക്തി നിങ്ങളെ ഏതെങ്കിലും തരത്തിൽ ചതിച്ചിട്ടുണ്ടാകാം. ശാരീരികമാകാം, മാനസികമാകാം, സാമ്പത്തികമാകാം. ഈ ഓപ്പോസിറ്റുള്ള വ്യക്തി സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് അടിമയായിട്ടുള്ളൊരു വ്യക്തിയാണ്. അവരുടെ കാര്യങ്ങൾ മാത്രമാണ് അവർ നോക്കുന്നത്. നിങ്ങളെ ഒരുപാട് വഞ്ചിച്ചിട്ടുണ്ടാകാം. കുറേ കാര്യങ്ങൾ അത് നിങ്ങളോട് തുറന്നു പറയാതിരുന്നിട്ടുണ്ടാകാം. അത്തരം കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞപ്പോൾ അത് നിങ്ങളുടെ ആഴത്തിലുള്ള മുറിവുകൾ ഉണ്ടായിട്ടുണ്ടാകാം. ഓക്കെ, ആഴത്തിലുള്ള മുറിവ് എന്ന് പറഞ്ഞാൽ കത്തി കൊണ്ട് കുത്തുന്നതല്ല പറയുന്നത്. മനസ്സിനെ വേദനിപ്പിച്ചിട്ടുണ്ടാകാം. നിങ്ങൾ ഒരിക്കലും ഈ വ്യക്തിയിൽ നിന്ന് ഇതൊന്നും വിചാരിച്ചിട്ടുണ്ടാകില്ല. അല്ലെങ്കിൽ മറ്റു വ്യക്തികൾ വഴി ഇവർ എന്താണ് എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടാകാം. പൂർണ്ണമായിട്ടൊരു പരാജയമായി എന്ന് നിങ്ങൾ ഈ സമയം തിരിച്ചറിയുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ എല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം. അത് പണമാണെങ്കിലും ശരീരമാണെങ്കിലും മനസ്സാണെങ്കിലും എല്ലാം അവർ കൊണ്ടുപോയിട്ടുണ്ടാകാം. അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളെ തന്നെ പൂർണ്ണമായും ഉപയോഗിച്ചിട്ടുണ്ടാകാം. 10 വാള് പുറത്ത് കുത്തിക്കിടക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ. ഈ ഒരു ബന്ധത്തിൽ അവിഹിതമാണ്, വിവാഹേതരമാണ്, സമ്മതിച്ചു. പക്ഷേ ഈ ഒരു ബന്ധത്തിൽ എപ്പോഴും വഴക്കാണ്. പണ്ട് പറഞ്ഞിരുന്ന ഒരു കാര്യങ്ങളിപ്പോൾ ഓക്കെ ആയിരിക്കില്ല. പണ്ട് ചക്കരെ പൊന്നെ മുത്തേ എന്നാണെങ്കിൽ ഇപ്പോൾ പോ അങ്ങനത്തെ പല രീതിയിലുള്ള സംസാരങ്ങളും അടിപിടിയൊക്കെ ആയിരിക്കാം. പിന്നെ ഇതിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഒരുപാട് ടെൻഷൻ അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരുപാട് വഴക്കുകൾ മറ്റ് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് കാരണം, ബ്ലാക്ക് മാജിക് കാരണം, നിങ്ങളെ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തി അല്ലെങ്കിൽ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന വ്യക്തിയെ മറ്റു പലരും ഇഷ്ടപ്പെടുന്നുണ്ടാകാം. അല്ലെങ്കിൽ നിങ്ങളെ മനസ്സിൽ ഉദ്ദേശിച്ച വ്യക്തിയായിട്ടുള്ള റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒട്ടും ഇഷ്ടമല്ലാത്ത ഒരുപാട് പേരുണ്ട്. നാട്ടുകാരാകാം, വീട്ടുകാരാകാം, സുഹൃത്താകാം, ആരും ആവാം. ഓക്കെ, ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾക്ക് ഒരുപാട് ആഴത്തിലുള്ള മുറിവുകൾ ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഒരുപാട് കാര്യങ്ങൾ മറച്ചു വയ്ക്കുന്നുണ്ടാകാം ആ വ്യക്തി. പല കാര്യങ്ങളും ഇപ്പോൾ നിങ്ങൾ അറിയുന്നുണ്ടാകാം. നിങ്ങൾക്ക് ഇതിലുള്ളൊരു പ്രതീക്ഷ പോയി. ഇത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഒട്ടും തോന്നുന്നില്ല. കാരണം അത് സെറ്റാവില്ല, ശരിയാവില്ല എന്നൊരു രീതിയിൽ നിങ്ങളതിനെ വിശ്വസിച്ച് ചിലപ്പോൾ ഓപ്പോസിറ്റ് വ്യക്തി നിങ്ങളെയൊക്കെ പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ച് പോയിട്ടുണ്ടാകും. ഓക്കെ, നിങ്ങൾക്കിടയിൽ ഇപ്പോൾ അങ്ങനെ സംഭവിച്ചിട്ടില്ലെങ്കിൽ ഒരു ടവർ കാർഡ് വരുന്നുണ്ട്. വളരെ പെട്ടെന്ന് നിങ്ങളുടെ ഇടയ്ക്കിടയിലേക്ക് ഒരു ദുരിതം, ഒരു പ്രശ്നങ്ങൾ, ഒരു ദുരന്തം എന്നൊക്കെ തന്നെ പറയാം. അതായത് ചിലപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കുറേ പേർക്കൊക്കെ ഓൾറെഡി ഇങ്ങനെ ഒരു ടവർ മൊമെൻറ്റ് ഉണ്ടായിട്ടാകാം നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇപ്പോൾ തെക്കോട്ടും വടക്കോട്ടും നോക്കിയിരിക്കുന്നത്. കുറച്ച് പേരിൽ ഇപ്പോൾ കുഴപ്പമില്ലാതെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് പോകുന്ന വ്യക്തികളാണെങ്കിൽ താമസിക്കാതെ ഇത്തരത്തിലുള്ളൊരു ടവർ മൊമെൻറ്റ് ഉണ്ടാവാനുള്ളൊരു സാധ്യതയുണ്ട്. ഓക്കെ, വളരെ പെട്ടെന്ന് നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്തപ്പോൾ, കാരണം തലേ ദിവസം വരെ ഓക്കെ ആയിരുന്നിട്ട് പിറ്റേ ദിവസം വരുമ്പോൾ സഡൻലി ഒരു ചെറിയൊരു പ്രശ്നം, എന്തിനാണെന്ന് പോലും നിങ്ങൾക്ക് അറിയില്ല, പരസ്പരം അറിയുന്നുണ്ടാവില്ല. നിങ്ങൾക്കിടയിൽ മറ്റേതെങ്കിലും വ്യക്തികൾ കളിക്കുന്നതായിരിക്കാം. നിങ്ങൾ വളരെ പെട്ടെന്ന് ഭിന്നിച്ചു പോകുന്നൊരവസ്ഥ കാര്യത്തിന് പറയുന്നുണ്ട്. ഈ ഒരു ബന്ധത്തിൽ മൊത്തം വഴക്കുകളും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പറഞ്ഞൊരു കാര്യങ്ങളും സെറ്റാവുന്നില്ല. ഏത് വിധേനയും വിജയിക്കുക എന്ന് മാത്രമായിരിക്കാം ഒരുപക്ഷെ നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ച വ്യക്തിയുടെ ഒരു ചിന്താഗതി. ഇതൊരു അവിഹിത ബന്ധം ആയിരിക്കും തീർച്ചയായിട്ടും. ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾക്കൊന്നും ലഭിക്കുന്നില്ല. നിങ്ങളെ മുതലാക്കുക എന്താണ് ഓപ്പോസിറ്റുള്ള വ്യക്തിയുടെ ലക്ഷ്യം എന്ന് തന്നെ പറയാം. ഇതിലെപ്പോഴും വഴക്കും പ്രശ്നങ്ങളൊക്കെ തന്നെയാണ് കൂടുതലും കാർഡുകളും പറയുന്നത്. തെറ്റായ ഒരു വിജയമാണത്. ഒരിക്കലും സമൂഹം അംഗീകരിക്കുന്നതല്ല എന്ന് നിങ്ങൾക്കും നല്ല രീതിയിൽ അറിയാം. ആ ഒരു വ്യക്തി അവർക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്, അവരുടെ കാര്യങ്ങൾക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് ഉണ്ടാവാം. ഈ ഒരു ബന്ധം അങ്ങനെയാണ്, അതാണ്, ഇതാണ്, അങ്ങനെയൊക്കെ ആയിരിക്കും എന്നൊക്കെ ആയിരിക്കും. പക്ഷേ ഇതൊന്നും നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. നിങ്ങൾ എന്തൊക്കെയാണോ ആഗ്രഹിക്കുന്നത്, എങ്ങനെയൊക്കെയാണോ നിങ്ങൾ വിചാരിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ, ഇതിനെല്ലാം നേരെ വിപരീതമായിരിക്കും സംഭവിക്കുന്നത്. എല്ലാ തരത്തിലും നിങ്ങൾ എന്തൊക്കെയാണ് പ്രതീക്ഷിച്ചത്, ആദ്യം എന്തൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് ഈ വ്യക്തിയിലേക്ക് എത്തിയത്, അതൊന്നും ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്ന് തന്നെ തീർത്തും പറയാം. ഇതിലെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നിങ്ങളായിരിക്കാം ഈ റിലേഷൻഷിപ്പിൽ ഫുള്ള് ഡിപ്രഷനാണ്, ഫുൾ നെഗറ്റിവിറ്റിയാണ് ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് സമ്മാനിക്കുന്നത്. ഒരുപാട് ദുഃഖം, നിങ്ങളെ കെയർ ചെയ്യുന്നുണ്ടാവില്ല. പണ്ട് നിങ്ങൾ ഒരുപാട് കെയർ ചെയ്തിരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവരുടെ കാര്യം കഴിഞ്ഞപ്പോൾ അവർ നിങ്ങളെ തീർത്തും വിലമതിക്കുന്നേ ഉണ്ടാവില്ല. നിങ്ങൾ മാത്രം ഇവിടെ ഇരുന്ന് കരയുന്ന ഒരു അവസ്ഥ കാര്യങ്ങളായിരിക്കാം. നിങ്ങളെ പാടെ അവഗണിക്കുകയായിരിക്കാം. ഫുൾ നെഗറ്റിവിറ്റിയാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ പറയുന്നത്.
ഈഗോ ഈ റിലേഷൻഷിപ്പിലും വളരെയധികം കൂടുതലായിരിക്കും. ട്രസ്റ്റ് ഇഷ്യൂ വളരെയധികം കൂടുതലായിരിക്കും. ഒട്ടും കോൺഫിഡൻസ് ഇല്ല ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് ഒരിക്കലും ഒരു കോൺഫിഡൻസ് ഇല്ല. കാരണം ഇതിൻ്റെ പ്രീവിയസ് അനുഭവങ്ങളെല്ലാം ഇങ്ങനെ തന്നെയാണ്. ഇതിനൊക്കെ മുമ്പ് ഉണ്ടായതെല്ലാം നിങ്ങൾക്ക് നോക്കിയൊരു പാറ്റേൺ പോലെ തന്നെ കാണാൻ പറ്റും. അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം അവർ വന്ന് അവരുടെ കാര്യം നേടിയതിന് ശേഷം വീണ്ടും പോകുന്നൊരവസ്ഥ. ഓക്കെ, നമുക്കിപ്പോൾ റീഡിംഗ് എടുക്കാൻ വരുന്ന സമയത്ത് കൂടുതൽ ഇതേപോലെ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പിനെ പറ്റിയാണ് വരാറുള്ളത്. അതിൽ വരുമ്പോൾ പലരും പറയുന്നത് ഒന്നെങ്കിൽ അവരൊരു ഉന്നം, പണം, ശരീരം. അപ്പോൾ ആ സമയത്തൊക്കെ ചക്കരെ പൊന്നെ എന്നൊക്കെ പറഞ്ഞ് ആ കാര്യം നേടാൻ വേണ്ടി വന്നിട്ട്, ഇത് ആണുങ്ങൾ മാത്രമല്ല കേട്ടോ, പെണ്ണുങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ വന്നിട്ട് അവരുടെ ആ കാര്യം കഴിയുമ്പോൾ നിങ്ങളൊട്ടും അംഗീകരിക്കാതെ അവർ അധികാരം ആധിപത്യമൊക്കെ എടുത്ത് ഇട്ടിട്ട് പോകുന്ന ഒരവസ്ഥ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒട്ടും അംഗീകാരം നിങ്ങൾക്ക് ഈ ഒരു ബന്ധത്തിൽ കിട്ടുന്നില്ല എന്ന് തന്നെ പറയാം. ഒട്ടും കിട്ടുന്നില്ല. ചതി വേണ്ടുവോളം കിട്ടുന്നുണ്ട്. ഈ വ്യക്തി നിങ്ങൾ ഒരുപാട് ചതിക്കുന്നുണ്ട്, പല കാര്യങ്ങളും മറച്ചു വെക്കുന്നുണ്ട് എന്ന് തന്നെ പറയാം. നല്ല രീതിയിൽ അവർ അഭിനയിക്കുന്നുണ്ടാകാം നിങ്ങളുടെ മുമ്പിൽ. നിങ്ങൾക്കത് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ കുറേ പേരൊക്കെ ഈ ഒരു റിലേഷൻഷിപ്പ് എന്താണ് എന്ന് ഇപ്പോൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാകാം. ഓക്കെ, ഒരു കൃത്രിമമാണ് ഈ റിലേഷൻഷിപ്പിൽ പൂർണ്ണമായിട്ട് അവർ കാണിക്കുന്നത്. അവർക്ക് മറ്റ് ബന്ധങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. ചിലപ്പോൾ അവർ നിങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത് മെൻ്റലി, സെക്ഷലി, ഒരു സെക്ഷുവലായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ കൂടുതൽ പ്രയോറിറ്റി അവർ കൊടുക്കുന്നുണ്ടാകാം. നിങ്ങൾക്ക് ഇവരെ വിട്ടുപോകാൻ പറ്റുന്നില്ല. ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ ഇവരോട് അത്രയധികം അറ്റാച്ച്ഡ് ആയിട്ടുണ്ടാകാം. ബ്ലാക്ക് മാജിക്, നെഗറ്റീവ് എനർജീസ് എന്നിവയുടെ സാന്നിധ്യം ഇതിൽ കാണുന്നുണ്ട്. തേർഡ് പാർട്ടീസ് ആകാം. നിങ്ങളെ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തിക്ക് മറ്റു ബന്ധങ്ങൾ ഉണ്ടാകാം, അല്ലെങ്കിൽ ഇത്തരം ബന്ധങ്ങൾ തന്നെ ഒരു സീരീസായി കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയായിരിക്കാം. കാരണം ഒരുപാട് ഇതേപോലെ തന്നെ അവരെ യൂസ് ആൻഡ് ത്രോ എന്നൊരു രീതിയിൽ അവരവരുടെ കാര്യങ്ങൾ നേടിയെടുത്ത് പോകുന്നു. അത്തരത്തിലുള്ള ആളുകളായിരിക്കാം. ഇതൊരു ടോക്സിക് റിലേഷൻഷിപ്പ് ആണെന്ന് തീർത്തും പറയാം. നിങ്ങൾക്ക് അവരെ ആശ്രയിക്കേണ്ടി വരുന്നൊരവസ്ഥയാണ്. ഓക്കെ, അപ്പം അത്തരം കാര്യങ്ങൾ ഡെവിൾ കാർഡ് തീർച്ചയായിട്ടും പറയുന്നുണ്ട്. ഇതിലൊരു മസ്റ്റായിട്ടൊരു തേർഡ് പാർട്ടി ഉണ്ട്. മറ്റു വ്യക്തികളായിരിക്കാം, സാഹചര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ദുർമന്ത്രവാദം, അങ്ങനെ അത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഇതിലുണ്ട്. ഈ പറഞ്ഞ വ്യക്തി ക്ലിയർ അല്ല, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ മറച്ചു വയ്ക്കുന്നുണ്ട്. തീർത്തൊരു വഞ്ചനയാണ്. ഈ വിവാഹേതര ബന്ധത്തിൽ നിങ്ങൾ ചതിക്കപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും നിങ്ങൾ ചതിക്കപ്പെടുന്നുണ്ട്. നിങ്ങൾ ആ വ്യക്തിയായിട്ടുള്ള റിലേഷൻഷിപ്പിനെ നല്ല രീതിയിൽ നോക്കിക്കാണുക. അപ്പോൾ നിങ്ങൾക്കതിൽ മനസ്സിലാവും നിങ്ങളുടെ ആ റിലേഷൻഷിപ്പിൽ എന്തൊക്കെയാണ് സംഭവിച്ചത്, എന്തൊക്കെയായിരുന്നു ഇഷ്യൂസ് എന്നൊക്കെ നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ വ്യക്തമാകുന്നതായിട്ട് പറയുന്നുണ്ട്. ഇതിൽ അസൂയയാണ്. അസൂയ പരുക്കനായിട്ടുള്ളൊരു വ്യക്തിയായിരിക്കും. അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അവരുടെ കാര്യങ്ങൾക്കായിരിക്കും അവർ കൂടുതൽ കൊടുക്കുന്നത്. അവർക്ക് കൂടുതൽ ഇമ്പോർട്ടൻസും അവരുടെ പണവും സ്റ്റാറ്റസും ആയിരിക്കാം. ഓക്കെ, അത് അവരുടെ കാര്യം മാത്രമാണ് അവർ നോക്കുന്നതുള്ളൂ. അവർ ഫിനാൻഷ്യലി ചിലപ്പോൾ ഒരു തകർന്ന അവസ്ഥയിൽ, അല്ലെങ്കിൽ അത്തരം ഒരു അവസ്ഥയാണെന്ന് നിങ്ങളോട് പറയുന്നുണ്ടാകാം. നിങ്ങൾ നല്ല രീതിയിൽ മെൻ്റലി, ഫിസിക്കലി എല്ലാ തരത്തിലും നല്ല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ടാകാം. ഒരു സ്വാർത്ഥ താല്പര്യമുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ ഈ മനസ്സിൽ ചിന്തിച്ചിട്ടുള്ളത് എന്ന് തീർത്തും പറയാം. അപ്പോൾ ഈ വിവാഹേതര ബന്ധത്തിൽ നിങ്ങൾ ചതിക്കപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്നു, ഈ കാർഡിൻ്റെ എനർജി വെച്ച് ഒരു 101% നിങ്ങൾ ചതിക്കപ്പെടുകയാണ് എന്ന് നമുക്ക് തീർത്ത് പറയാം. പിന്നെ ഒരു കാര്യം കൂടി എൻ്റെ കൂടെ പറയുന്നു. ഞാൻ കാർഡ് എടുത്തപ്പോൾ കിട്ടിയ കാര്യമാണ് പറയുന്നത്. ജനറൽ റീഡിംഗ് ആണ്. 2 ദിവസം മുമ്പ് എന്നെ ഒരു അമ്മച്ചി വിളിച്ചിട്ട് എന്തോ പറഞ്ഞു, യൂണിവേഴ്സിനെ പറ്റി അങ്ങനെയൊന്നും പറയല്ലേ മോനേന്ന്. യൂണിവേഴ്സിനെ പറ്റി ഞാൻ ഒന്നും പറഞ്ഞില്ല. ആ അമ്മച്ചിയുടെ പ്രശ്നമാണെന്ന് തോന്നുന്നു. അമ്മച്ചി എവിടെ ഒന്ന് കേട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് നിങ്ങളുടെ റീഡിംഗ് അല്ല, ജനറൽ റീഡിംഗ് ആണ്, ഞാൻ യൂണിവേഴ്സിനൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ അവർ അത്രയധികം അതിൽ എന്താ പറയുക, ഇപ്പോഴും ടാരറ്റ് എന്താണ് എന്നറിയാത്ത ആൾക്കാരുണ്ട്. എന്തുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത്, എന്തായിരുന്നു ആ പർപ്പസ് എന്നൊക്കെ തിരിച്ചറിയാത്ത ഒരുപാട് പേരുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, റീഡിംഗ് എടുക്കാൻ വരുമ്പോഴും പലർക്കും ധൃതിയാണ്. തൃശ്ശൂർ വെള്ളയപ്പങ്ങാടിയിലെ ടീം എന്ന് പറയുന്ന പോലെ വെള്ളയപ്പം ചുട്ടു കൊടുക്കണം. ആൾ തിരിച്ചു വരുമോ? തിരിച്ചു വരുന്നു കേട്ടാൽ സന്തോഷം, ഇല്ല എന്ന് പറഞ്ഞ് കരച്ചിലായി. കളിയാക്കുന്നതല്ല ഞാൻ പറയുന്നത്. നിങ്ങളങ്ങനെ ഒരു മൈൻഡ് റീഡിങ് അല്ലെങ്കിൽ ഒരു ഡയറക്റ്റ് റീഡിങ്ങിന് വരുമ്പോൾ നിങ്ങളൊരു ഗൈഡൻസ് എടുക്കാനാണ് വരുന്നത്. ആ ഗൈഡൻസ് എടുക്കുമ്പോൾ നിങ്ങൾ പണം അടച്ചിട്ടാണ് വരുന്നത്. ഞാനല്ല നിങ്ങളോട് വേഗം ചോദിക്കും എന്ന് പറയുന്നത്. ഞാൻ നിങ്ങളോട് പറയണം, നിങ്ങളുടെ ടൈം എടുത്തോളൂ, നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കൂ, നല്ല രീതിയിൽ ആ ക്വസ്റ്റിനെ പറ്റി ചിന്തിക്കൂ. അതാണ് നമ്മൾ ഓൺ കോളിൽ എടുക്കണേ. അല്ലാതെ നിങ്ങളൊരു ക്വസ്റ്റ്യൻ അയച്ചു തന്നിട്ട് ഞാൻ എവിടെയെങ്കിലും ഇരുന്നിട്ട് കാർഡ് വിളിച്ച് അതങ്ങനെ വന്നു, ഇതിങ്ങനെ വന്നു, പപ്പടം 3 ഒടിഞ്ഞു കേട്ടോ എന്ന് പറയുന്നതിൽ കാര്യമില്ല. ലൈവ് നമ്മൾ കോളിൽ ചെയ്യുമ്പോൾ നിങ്ങൾ അതോട് സഹകരിക്കുക. നല്ല രീതിയിൽ നിങ്ങൾ എനർജി കൊണ്ടുവരിക. ഞാൻ നിങ്ങളെ വിളിക്കുന്നത് എപ്പോഴും ഞാൻ ഒരു എനർജി അതൊരു ലെവലിൽ ഇരിക്കുമ്പോഴായിരിക്കും ഞാൻ നിങ്ങൾക്ക് റീഡിങ്ങിന് വേണ്ടി വിളിക്കുന്നത്. അപ്പോൾ നിങ്ങളും അതേപോലെ തന്നെ, കാരണം നിങ്ങളുടെ കാര്യമാണ് അറിയേണ്ടത്.
നമ്മുടെ മനസ്സ് നല്ല ശാന്തമാക്കി. ഇപ്പം നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു സമയത്ത് നമ്മളൊരു വിഗ്രഹമോ ദൈവമോ രൂപമോ എന്തോ ആയിക്കോട്ടെ, അവിടെ നമ്മൾ കണ്ണടച്ചിട്ടൊന്ന് ആ ദൈവത്തിന് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നൊരു ഫോക്കസ് ചെയ്യുന്നൊരു ടൈമുണ്ട്. അതേപോലെ ഫോക്കസ് ചെയ്യാനാണ് പറയുന്നത്. അതേപോലെ ഫോക്കസ് ചെയ്ത് എനിക്ക് കറക്റ്റായിട്ടുള്ളൊരു ഗൈഡൻസ് അല്ലെങ്കിൽ ഒരു ആൻസർ, എനിക്കൊരു തീരുമാനം എടുക്കാൻ ഈ കാർഡ് വഴി സാധിക്കണേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അങ്ങനെ നമ്മളൊരു കാർഡ് ഷഫിൾ ചെയ്തെടുക്കുമ്പോൾ അത് നിങ്ങൾക്ക് 100% വിശ്വാസമാണ്. കാരണം ഞാൻ നല്ല രീതിയിൽ പ്രാർത്ഥിച്ചിട്ട് എനിക്ക് കിട്ടിയൊരു കാർഡാണ്. അതിൻ്റെ ആൻസർ ഒരിക്കലും തെറ്റില്ല. അത് നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് അവിടെ ഒരു തീരുമാനം എടുക്കാൻ പറ്റും. ബാക്കി എല്ലാവർക്കും ധൃതിയാണ്, അത്തരത്തിൽ വന്നിട്ട് ഒരു കാര്യമില്ല. പിന്നെ ചിലർ 2 മനായിട്ട് നിൽക്കും. കാരണം കുറച്ച് പേർക്കൊക്കെ ഞാൻ എൻ്റെ പ്ലാൻ അയച്ചു കൊടുത്ത് 11 വട്ടം ഞാൻ പ്ലാൻ അയച്ചു കൊടുത്ത ടീംസൊക്കെ ഉണ്ട്. ഹായ് എന്ന് പറയും, ഞാൻ പ്ലാൻ അയക്കും. എത്ര റേറ്റ് എന്ന് ചോദിക്കും, ഓക്കെ. അത് കഴിയുമ്പോൾ അവർ വിളിച്ച് ചോദിക്കുമ്പോൾ ഞാൻ മെൻ്റലി സെറ്റായിട്ടില്ല, നോ കേട്ടാൽ എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല എന്ന്. അങ്ങനെയുള്ളവരൊക്കെ അവിടെ തന്നെ ഇരിക്കുള്ളൂ. കാരണം നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. പിന്നെ കുറേ ആൾക്കാരുണ്ട് ഓപ്പോസിറ്റുള്ളവൻ തേച്ച് പണ്ടാറടങ്ങി പോയിട്ടുണ്ടാവും. എന്നാലും ഇവിടെ ഇരുന്ന് നമ്മുടെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക. എന്താ കാര്യം? ഒരു കാര്യം നിങ്ങൾ എടുക്കുക, ആ റിയാലിറ്റീനെ അംഗീകരിക്കുക. ഓപ്പോസിറ്റുള്ള ആൾ നമ്മളെ നോക്കുന്നു പോലുമില്ല. ഞാൻ നിങ്ങൾക്ക് തരുന്ന സ്നേഹം നിങ്ങൾ എനിക്ക് തരുന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ നിങ്ങൾക്കൊരു വാല്യൂ തരുന്നുള്ളൂ. ഞാൻ നിങ്ങളെ കുറേ സ്നേഹിക്കുന്നു, അവിടെ നിന്ന് ഒന്നുമില്ല. എന്താ പ്രാന്തോ? HDFC കൊണ്ട് മറ്റേ ഇത് ഇടുന്ന പോലെ, പൈസ കൊണ്ട് ഇടുന്ന പോലെ ഒരു കാര്യമില്ല. അങ്ങോട്ടുള്ള തൂമ്പര സ്വഭാവമുള്ള റിലേഷൻഷിപ്പുകളിൽ നിന്ന് മാറിപ്പോകുക. നിങ്ങളൊരു എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ്, ഒരു അവിഹിത ബന്ധം എന്ന് പറയുമ്പോൾ അത് നല്ലതോ ചീത്തയോ എന്ന് ഞാൻ പറയുന്നില്ല. കാരണം അത്തരൊരു വ്യക്തി അങ്ങനെ ഒരു ജീവിതത്തിലോട്ട് വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതൊരാൾക്കും ഒരുപാട് ആഗ്രഹങ്ങളുണ്ടാകും. ആ ആഗ്രഹങ്ങളോട് അവരുടെ ദാമ്പത്യത്തിലേക്ക് വരുന്ന വ്യക്തി അല്ലെങ്കിൽ അവരുടെ ലൈഫിലോട്ട് വരുന്ന വ്യക്തി ഒരിക്കലും അവർക്കത് ലഭിക്കാതെ വരുമ്പോൾ, അല്ലെങ്കിൽ അവർ ചീറ്റ് ചെയ്തിട്ട് പോകുന്ന സമയത്ത് നിങ്ങൾ വല്ലാത്തൊരു സാഹചര്യത്തിൽ, ആണോ ആയിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, ആ ഇരിക്കുന്ന സമയത്ത് ഒരു സാന്ത്വനമായിട്ട് സോഷ്യൽ മീഡിയ വഴിയോ ഇത് വഴിയായിട്ട് ആരെങ്കിലും വരാണ്. അവിടെ നിങ്ങൾക്ക് ഈ നഷ്ടപ്പെട്ടതെല്ലാം കിട്ടിയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ളതെല്ലാം കൊടുത്ത് എല്ലാം നഷ്ടപ്പെടുത്തുന്നു. ആ വന്നവന് അല്ലെങ്കിൽ വന്നവൾ അതെല്ലാം എടുത്തിട്ട് പോകുന്നു. വീണ്ടും തദൈവ, പണ്ടത്തെ അതേ അവസ്ഥയായി നിങ്ങൾ. ഓക്കെ, അപ്പം അത്തരത്തിൽ നല്ല രീതിയിൽ ഒരു റിലേഷൻഷിപ്പിനെ വിലയിരുത്തി, ഒരു റിലേഷൻഷിപ്പ് പോകുന്നു, അതിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, അത് റിപ്പീറ്റായിട്ട് വരുന്നെങ്കിൽ അത് വലിയൊരു പ്രശ്നമാണ്. ഓക്കെ, അത്തരം ബന്ധങ്ങളെ നമ്മൾ താങ്ങി നിന്നിട്ട് കാര്യമില്ല. ഓപ്പോസിറ്റുള്ള വ്യക്തി നമുക്ക് എത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നു, ആ റിലേഷൻഷിപ്പ് എങ്ങനെയാണ് എന്നുള്ളത്. എന്നും വിളിച്ച് ഹായ് ചക്കരേ മുത്തേ എന്ന് പറയുന്നതല്ല, വല്ലപ്പോഴും വിളിച്ചാലും അതാണ്. ഞാനിപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ പറഞ്ഞ് റാഗ് ചെയ്യുന്നില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. നിങ്ങൾക്ക് ആ ഒരു വാല്യൂ കൽപ്പിക്കുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അവർക്ക് വാല്യൂ കൊടുക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. പുതിയ ടോപ്പിക്കായിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത റീഡിംഗ് ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം മിഷാനി.